ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഫിഷിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. വലിയ ഫിഷ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 1/2 കിലോ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. 2 കപ്പ് ബസ്മതി റൈസ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു പാത്രത്തിൽ 5 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 4-5 ഗ്രാമ്പൂ, ഏലക്കായ, 2 ചെറിയ പീസ് പട്ട, ആവശ്യത്തിന് ഉപ്പ്, 3 ടീസ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുതിർത്തി വെച്ച അരി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഈ ഓയിലിൽ തന്നെ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും വെന്താൽ മതിയാവും. ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ഫിഷ് പീസസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള വേഗം വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം. ആവശ്യമെങ്കിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ഈ മസാലയിലേക്ക് ഫിഷ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മസാലയുടെ മുകളിൽ കുറച്ച് റൈസ്, ഫ്രൈ ചെയ്ത ഉള്ളി, ചെറുതായി അരിഞ്ഞ മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ റൈസ് സെറ്റ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി.